നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി 10-ാം തീയതിയാണ്, അതായത് വരുന്ന വെള്ളിയാഴ്ചയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി. വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട വ്രതമാണ് ഏകാദശി വ്രതം. ഈ ഏകാദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം അഥവാ വൈകുണ്ഠ ഏകാദശി വ്രതം എന്നും അറിയപ്പെടുന്നു. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശിയായി ആചരിക്കുന്നത്. വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. മഹാവിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അല്ലെങ്കിൽ സ്വർഗ്ഗവാതിൽ തുറക്കുന്ന ദിവസമാണെന്നും വിശ്വാസം. നമ്മൾ ഓരോരുത്തരുടെയും ഭവനത്തിലേക്ക് ഭഗവാൻ മഹാവിഷ്ണു കടന്നു വന്ന് നമുക്ക് അനുഗ്രഹം ചൊരിയുന്ന ദിവസം കൂടിയാണ് സ്വർഗ്ഗവാതിൽ ഏകാദശി. ഒപ്പം തന്നെ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും നമ്മുടെ ഭവനത്തിലുണ്ടാകുന്ന ഏറ്റവും ഐശ്വര്യപൂർണമായ ദിവസം കൂടിയാണ് ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസം. ഭഗവാൻ മാത്രമല്ല, ഒപ്പം മഹാലക്ഷ്മി ദേവിയും നമ്മളെ കാണാനും അനുഗ്രഹം ചൊരിയാനും എത്തുന്ന അതിപുണ്യ ദിവസമാണ് ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസം. എല്ലാവരും ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം നോറ്റ് ഭഗവാന്റെ അനുഗ്രഹം നേടിയെടുക്കേണ്ടത് ഏതു രീതിയിലാണ് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. വ്രതം എടുക്കുന്ന രീതിയെല്ലാം അറിയുന്നതിനു മുന്നേ തന്നെ സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം നോൽക്കുന്നവർക്ക് അതിൻ്റെ ഫലം മുഴുവനായി ലഭിക്കുന്നതിനു വേണ്ടി അതിൻ്റെ ഐതിഹ്യം മനസ്സിലാക്കി വ്രതമെടുക്കുക. ഐതിഹ്യം ഇപ്രകാരമാണ്. പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ്. ഏകാദശി ദേവി വിഷ്ണു ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച താലജംഗൻ എന്ന അസുരന്റെ മകനാണ് മുരൻ. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാവട്ടെ അവരെ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദേവന്മാർ മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയായ അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉദ്ഭവിച്ചു. അന്ന് ഒരു ഏകാദശി ദിവസമായതുകൊണ്ട് തന്നെ ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. ഇതിൽ സംപ്രീതനായ മഹാവിഷ്ണു ഭഗവാൻ എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കണമെന്നും ദേവി ആവശ്യപ്പെട്ടു. ഭഗവാൻ അത് സമ്മതിക്കുകയും അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് എന്നും പറയപ്പെടുന്നു. മഹാവിഷ്ണുവിൽ നിന്ന് ഉദ്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട് മഹാവിഷ്ണുവിന് മുരാരി എന്ന പേരും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം എടുക്കുന്നത് മൂലമുണ്ടാകുന്ന ഗുണഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ വ്രതം എടുക്കുന്നത് മൂലം ദാരിദ്ര്യ ദുഃഖ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ഈ വ്രതം എന്തെങ്കിലും കാര്യങ്ങളെ ഉദ്ദേശിച്ച് എടുക്കുകയാണെങ്കിൽ ആ കാര്യം നടന്നു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വ്രതം എടുക്കുന്നത് മൂലം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റിൽ നിന്നും, അതായത് മുൻ ജന്മങ്ങളിൽ ചെയ്തു പോയ അപരാധങ്ങളിൽ നിന്ന് പോലും ശാപമോക്ഷം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും സമൃദ്ധിയും ഈ വ്രതം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം നോറ്റുകഴിഞ്ഞാൽ കിട്ടുന്ന ഫലങ്ങളാണ്. മറ്റു ഏകാദശി വ്രതം നോൽക്കാൻ കഴിയാത്തവരാണെങ്കിൽ പോലും ഈ ഒരു ഒറ്റ സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം നോൽക്കുകയാണെങ്കിൽ മറ്റ് ഏകാദശി വ്രതം നോൽക്കാൻ പറ്റാത്തതിൻ്റെ ഗുണം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏകാദശി വ്രതം നോൽക്കുന്നത് 3 ദിവസമായിട്ടാണ്. ദശമി, ഏകാദശി, ദ്വാദശി. വ്യാഴാഴ്ചയാണ് ദശമി നോക്കുന്നത്. അതായത് 9-ാം തീയതി ദശമിയായും 10-ാം തീയതി ഏകാദശിയായും 11-ാം തീയതി ഏകാദശി വ്രതം അവസാനിപ്പിക്കേണ്ട ദ്വാദശിയായും ആചരിക്കുന്നു. വ്രതം എടുക്കുന്നവർ 9-ാം തീയതി, അതായത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:23 വ്രതം തുടങ്ങുന്നത്. അതിനു മുൻപായി ഭക്ഷണമെല്ലാം കഴിച്ച് വ്രതത്തിലേക്ക് കടക്കേണ്ടതാണ്. ഇതിൻ്റെ തലേ ദിവസം തൊട്ട്, അതായത് ബുധനാഴ്ച തൊട്ട് മത്സ്യമാംസാദികളും മറ്റു ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ്. അന്നേ ദിവസം സന്ധ്യയ്ക്ക് ശാരീരിക ശുദ്ധിയോടുകൂടിയും മനഃശുദ്ധിയോടുകൂടിയും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലത്. സ്വർഗ്ഗവാതിൽ ഏകാദശി വ്രതം എടുക്കാനും അത് പൂർത്തീകരിക്കാനും സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുക.
എന്തെങ്കിലും ആവശ്യങ്ങൾ മനസ്സിൽ നേർന്നുകൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ അത് ഭഗവാനോട് നടത്തി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഇനി അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ ഇരുന്നു തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മതിയാകും. നാവിൽ നാരായണ ജപം എപ്പോഴും ഉരുവിടുക. അന്നേ ദിവസം രാത്രി മിതമായ രീതിയിൽ ആഹാരം കഴിക്കുക. അതായത് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഉത്തമം. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ആഹാരം കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം ലഘുഭക്ഷണങ്ങളായ പഴവർഗ്ഗങ്ങൾ കഴിച്ച് എടുക്കാൻ നോക്കുക. അരിയാഹാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക. അതുപോലെ പകലുറക്കം പാടുള്ളതല്ല. 2 നേരവും വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. വ്രതമെടുക്കുന്ന ഈ ദിവസങ്ങളിൽ മറ്റു ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാന്റെ നാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമം. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യാവുന്നതാണ്. ഏകാദശിയുടെ പിറ്റേ ദിവസം അതായത് ദ്വാദശി ദിവസം രാവിലെ 8:15 ആവുമ്പോൾ അമ്പലത്തിൽ പോയി തീർത്ഥം സ്വീകരിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർക്കാണെങ്കിൽ കുറച്ച് ശുദ്ധജലമെടുത്ത് അതിൽ തുളസി ഇലയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ശേഷം തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രതം അവസാനിപ്പിച്ച അന്നേ ദിവസം മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയും മറ്റു ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കേണ്ടതുമാണ്. എണ്ണിയാൽ തീരാത്ത ഫലങ്ങളാണ് ഈ സ്വർഗവാതിൽ ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഏകാഗ്രതയോടെയും തികഞ്ഞ ഭക്തിയോടെയും വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. സർവ ഐശ്വര്യത്തിനും വേണ്ടി തികഞ്ഞ ഭക്തിയോടുകൂടി സ്വർഗവാതിൽ ഏകാദശി വ്രതമെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം സ്വായത്തമാക്കുക.